ശിവഗിരിയിലെ സർവമത സമ്മേളനം അത് ഇന്നാണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എത്തുന്നുണ്ട്. ചില സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം മുതൽ ചില ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാണ് ഇവിടുത്തെ ഈ ചടങ്ങുകളൊക്കെ എപ്പോഴാണ്? സമയക്രമം എങ്ങനെയാണ്? മറ്റെന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ? ഉപേഷ്, 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടുള്ള സർവമത സമ്മേളനത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് രാംനാഥ് കോവിന്ദ് ശിവഗിരി സന്ദർശനം നടത്തുന്നത്. വളരെ ചുരുക്കം ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ശിവഗിരിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ സർവമത സമ്മേളനത്തിന് അദ്ദേഹം ഔദ്യോഗികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. 11 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ ഒരു പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ശിവഗിരി അറിയിക്കുന്നത്. അതുമാത്രമല്ല, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി തലസ്ഥാന ജില്ലയിലടക്കം വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ, ക്രമീകരണങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളുമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു പ്രവൃത്തി ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ സർവ്വസാധാരണമാണ്. സ്വാഭാവികമായും തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ശിവഗിരിയിലേക്കുള്ള ഒരു യാത്ര അദ്ദേഹത്തിന് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുമാത്രമല്ല, വരും ദിവസങ്ങളിലും കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളൊക്കെ തന്നെ ഈ ഒരു ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പ്രമുഖ കേന്ദ്ര മന്ത്രിമാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ശിവഗിരി തീർത്ഥാടന ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. അതിന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ചടങ്ങുകൾ ഇന്നലെ ഔദ്യോഗികമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടക്കം കുറിച്ചിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തിരക്കും ഒപ്പം തന്നെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ സുഗമമാക്കാൻ പറ്റും എന്നുള്ളതാണ് ശിവഗിരി തീർത്ഥാടന ട്രസ്റ്റ് ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത് രാവിലെ 11 മണിക്ക് ആയിരിക്കും. ഉമേഷ്.